ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നൊരു പരിപാടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റീസെറ്റ് ചെയ്ത്. അപ്പം ഇന്ന് അതിൻ്റെ പ്ലാൻസ് ഒക്കെ കിളിച്ചതും കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചു. അത് കഴിഞ്ഞ് നമുക്ക് മീനെ ഇടാൻ നമ്മൾ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അതെ, അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ അന്ന് സെറ്റ് ചെയ്തെടുത്ത ഒരു ടാങ്ക്. നമ്മൾ അന്ന് നട്ട ചെടിയൊക്കെ തന്നെ ഇപ്പോൾ ഏകദേശം കിളിച്ച് കയറി വരുന്നുണ്ട്. കണ്ടോ, അവൻ ഈ ഒരു വീഡിയോ എടുക്കാൻ സമയം ശരിക്കും പറഞ്ഞാൽ ഇവൻ അന്നേരം നമ്മുടെ കൂടെ ഇല്ലായിരുന്നു അല്ലേ, വേറെ പരിപാടിക്ക് പോയേക്കുമായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഈ ഒരു ടാങ്ക് ഫുള്ള് അഴുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരച്ചൊന്ന് ക്ലീൻ ആക്കി എടുത്താൽ ഇനിയും വെള്ളം നിറയുമ്പോൾ പിന്നെ ആൽഗയൊക്കെ കയറി മൊത്തം ഇതാവും, പച്ച ഇതാവും വെള്ളം മൊത്തം. ഇനിയും നമ്മുടെ ഈ കാണുന്ന ടാങ്കിലിടാം. ഈ ഒരു ടാങ്കിൽ നിന്ന് നമുക്ക് ഈ ഒരു പായലും ഈ ഒരു മണ്ടയ്ക്ക് കിടക്കുന്ന പായലും അത് തന്നെ ഒന്നിട്ടാ എല്ലാതാണ്ട് ഇപ്പൊ പൊട്ടിക്കിളിക്കുന്ന കണ്ടോ. ആ ഒരു പായൽ തന്നെ നമ്മൾ അന്ന് ഇട്ടത് ഒരെണ്ണം ഒരു ചെറിയൊരു പിടി മാത്രമേ ഇട്ടുള്ളൂ. ബാക്കിയെല്ലാം വേണ്ടി ഇത് എക്സ്ട്രാ പൊട്ടി കിളിച്ചേക്കുന്നത്. ഇത് പ്ലാറ്റി, നമ്മുടെ പ്ലാറ്റിയാ കിടക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഉണ്ട്. പിന്നെ ഇതിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഒരു ടാങ്കിന്. ഇത് നമുക്കിപ്പോൾ ചെറിയ ലീക്കും കാര്യങ്ങളുണ്ട് ഈ ഒരു ടാങ്ക്. അത് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഉരുന്ന് നിൽക്കുന്ന കണ്ടാലേ അറിയാം, ലീക്കുണ്ട്. ഇതത്ര ആദ്യം കണ്ട അത്ര വെള്ളം ഇല്ല ഇതിനകത്ത് ശരിക്കും പറഞ്ഞപ്പോൾ. അത് നമുക്കിനി വെള്ളം നിറച്ചും കൊടുക്കണം ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക്. എന്നിട്ട് ഈ ഒരു ടാങ്കിലും വെള്ളം ഫുൾ ഏകദേശം വേണ്ട ഈ ഒരു ലെവലിന് നമുക്ക് വെള്ളം അത് നിറച്ചിടണം. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോൾ മീനെ എന്തിടണമെന്ന് ഇപ്പം കൺഫ്യൂഷനാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിനക്ക് കണ്ടിട്ട് ഇതിനകത്തിൽ ഏതായിരിക്കും പറ്റിയിടാൻ എന്ത് വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഗപ്പിയിടാണ് തോന്നുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ മീനെ പറ്റി വലിയ ധാരണ നല്ല എല്ലാ മീനെയും നമുക്ക് പിടിക്കുക. പോലത്തെ മീനൊക്കെ ഇല്ലേ, കളർ ഇപ്പൊ ഇതാണ് നദി കിടക്കുന്ന പ്ലാറ്റിയ. അതുമല്ല, ഈ പ്ലാറ്റി എന്ന് പറഞ്ഞാൽ ബ്രീഡായി കയറി വരുന്നൊരു മീനാണ്. അപ്പൊ അതേപോലെ എന്തെങ്കിലും മീൻ വേണം ബ്രീഡാവുന്നവരെ. അത് നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം. നമുക്ക് ഇതൊന്ന് വൃത്തിയായിട്ട് നമുക്ക് വേറെ പരിപാടി ചെയ്യാം. ഇത് സെറ്റ് ആക്കിയിട്ട് വേറെ എന്തേലും നമുക്ക് സെറ്റ് ആക്കാം. അതെന്തേലും നമുക്ക് സെറ്റ് ആക്കാന്ന്. എന്തായാലും നമ്മളിത് ഒന്നെങ്കിൽ ഇതില് ഗപ്പി ഇടത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാറ്റിയോ അല്ലെങ്കിൽ ബ്രീഡാവുന്ന ടൈപ്പ്. എന്തായാലും ബ്രീഡാവുന്ന ടൈപ്പ് മതി. കാരണം അതായിരിക്കും ഈ ഒരു പ്ലാന്റഡ് ആയിട്ടുള്ള ടാങ്കിലൊക്കെ ഇടാൻ പറ്റിയ മീനായിരിക്കും. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ അറിയാം ഇതിനകത്തിൽ നമ്മുടെ പ്ലാറ്റി കിടക്കുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് മീൻ നമുക്ക് ഇവിടെ ഇടണല്ലേ. പക്ഷെ വേറെ ആയിരിക്കണം, രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ ആദ്യം പ്ലാറ്റി കിടപ്പുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കണം. എന്തായാലും എനിക്ക് അത്ര പറയാനുള്ളൂ, കാണാൻ അടിപൊളിയായിരിക്കണം. അതൊക്കെ സെറ്റ് ആയിരിക്കും. നമുക്ക് എന്തായാലും ബാക്കി വെള്ളം നിറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. തുടങ്ങിയോ? അത് ഓൾറെഡി ഉണ്ടല്ലോ, ഇനിയും വേണം. ചെറിയൊരു ലീക്ക് ഉണ്ട്. പക്ഷെ ഈ മണ്ണൊക്കെ നമ്മൾ അടി മണ്ണിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലുതായിട്ട് പെട്ടെന്ന് വെള്ളം കുറയത്തില്ല. കാണാൻ രസത്തിന് വെള്ളം വേണം. ശരി, എന്നാലും ഇത് കുറെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് ഫുള്ളൊക്കെ നിറയും, എന്നാലും നല്ല രസമായിരിക്കും ഈ പ്ലാന്റ് കാണാൻ. അറ്റാച്ച്ഡ് ആയിട്ട് കിളിച്ച് ഇങ്ങനെ കയറി വരും ഇഷ്ടം പോലെ. അതിനനുസരിച്ച് നമ്മൾ ഈ പഴയതൊക്കെ എടുത്ത് കളയുവാണെങ്കിൽ പുതിയ പ്ലാന്റ് കൊടുത്തില്ലായിരിക്കും. അതെ, എന്തായാലും ഇവിടെ വെള്ളം നിറച്ചില്ലല്ലോ. ഇനി ഇത് ഫുള്ള് ഇറങ്ങിയോ? അതോ മുന്നേരത്തെ പറഞ്ഞു വിട്ട് എത്ര വെള്ളം? ഏകദേശം ഇത്രയെങ്കിലും ഇതൊക്കെ അക്കൂരൊക്കെ സെറ്റ് ചെയ്യണം. നമ്മൾ അക്കൂരി ഉണ്ടാക്കുന്നുണ്ട് ചെറിയ സാധനം വെച്ചിട്ട്. അത് നമ്മുടെ രീതിയില്ലേ, അത് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഇത് വെള്ളം നിറച്ചിട്ടാലേ ഇനി എന്തായാലും നമ്മളിതിനകത്ത് ഈ ബാക്കിയെല്ലാം നമ്മുടെ ഈ തോട്ടിന്നും ഇതിന്നും ഒക്കെ എടുത്ത ആ സാധനം. പിന്നെ ആ പാടെ പൈസക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തെ അക്വറിയം ഷോപ്പിൽ നിന്ന് പോയി വാങ്ങിച്ചത്. ഇതിന് 40 രൂപ കണ്ടായിരുന്നു. ഒരു ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. 40 രൂപ കണ്ടായിരുന്നു. ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട്. ഇത് നല്ലപോലെ പടർന്നു കയറും. ഇപ്പൊ ഇത് രണ്ട് ടൈം മാത്രമാണ് ഇതിന് നട്ടിരിക്കുന്ന സാധനം. ബാക്കി നമ്മുടെ ഹോട്ടിൽ നിന്നും മറ്റു സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. ശരിക്കും പറയാൻ അത് മതിയായിരുന്നു. ശരിക്കും പറയാൻ വെളിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ശരിക്കും പറയാം പ്ലാന്റ് ഇത് കളർഫുൾ ആക്കി ഇങ്ങനെ കാണാൻ ഈ ഒരു സാധനം വരെ മതി. അപ്പൊ ഗൈസ് വേണ്ടേ, നമ്മൾ ഇത് ഏകദേശം നിറഞ്ഞില്ലേ? ഏകദേശം നമ്മൾ ഇത്ര നിറയ്ക്കുന്നുള്ളൂ, കാരണം ഒത്തിരി ഓവർഫ്ലോ ആക്കുന്നില്ല. അതെ, മഴയൊക്കെ ആണെങ്കിൽ പിന്നെ ഇതാകത്തില്ല. മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും പിന്നെ ഇത് ശരിക്കും. അപ്പൊ നമുക്കിനി അപ്പുറത്തെ ഇത് റെഡി ആക്കണം അല്ലേ? ഫ്രിഡ്ജ് ബോക്സിലൂടെ അത് നമ്മളെന്തായാലും കാണിക്കുന്നില്ല. വെള്ളം നിറച്ചിട്ടാണെങ്കിൽ അധികം കാണിച്ച ലാഗ് ആയി പോയില്ലേ? അതെ, നമ്മളത് നിറച്ചിട്ട് കാണിക്കാന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇനി അത് നിറച്ചിട്ട് ഞങ്ങൾ നമ്മുടെ ആ ഒരു വെള്ളം നമ്മൾ ആ ഒരു പറഞ്ഞ ലെവലിന് എത്തിയിട്ടുണ്ട്, ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം അല്ലേ? ഓഫ് ചെയ്തു. അപ്പൊ നമ്മുടെ വെള്ളം ഇത്രയും മതി. നമ്മുടെ വെള്ളം ഫുള്ള് റെഡിയായി. അതിൽ നിറച്ച് ഇനി നമുക്ക് അതിനകത്ത് ഈ മീനെ വാങ്ങിച്ചിടേണ്ട ഒറ്റ കാര്യമുള്ളല്ലേ? അതെ, ഇനി നമുക്ക് മീനെ വാങ്ങിക്കാം. അത് ഇപ്പോഴല്ല, അത് അടുത്ത വീഡിയോ നമ്മൾ കാണിക്കുന്ന മീൻ ഇടുന്നത്. എന്തായാലും നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് പായൽ, ഒരു പകുതി പായൽ ഇതിലോട്ട് നമുക്ക് മാറ്റാം. ആദ്യം തന്നെ
അത് എടുത്തു അത് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്യണ്ട ശരി കോട്ടെ അതാ വെക്കുന്നിടത്തൊന്നും ഇരിക്കത്തില്ല, അത് വേറെ കാര്യം. അത് ഒരു ഒന്നുകൂടെ എടുത്തോ, അതുകൂടെ എടുത്തോ, അതുകൂടെ എടുത്തോ ഇവിടെ വെക്കാം. മറ്റേ ചെറുതെടുത്താ പോലെ ഇനി രണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു 2-3 കൂടെ. അത് വെച്ച പോട്ടെ ഇതുകൂടെ എടുക്കുക കേട്ടോ. അത് ഭംഗിയിരിക്കട്ടെ. ഓക്കെ സെറ്റ് ഇങ്ങോട്ട് വിടാം. ഇവിടെ ഇടാം. ഇടുന്നെന്തിന്? ഏത് ഇതിടണം? ഇതെന്നെ ഇടുന്നേ അറിയാത്തന്നെ. ഇത് ഇടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഇത് ഇതിലങ്ങ് പടരും. ഭംഗിക്ക് വേണ്ടി ഇടുന്നതാണോ? പിന്നെ അല്ലാതെ ഇതിൽ നിന്ന് പൊട്ടി വേറെ അടുത്ത മുളയൊക്കെ കിളിക്കുന്നു അതില്. അന്നേരം ഇതൊക്കെ അന്നേരം ഒത്തിരി അങ്ങ് പടർന്ന് കയറും. അന്നേരം ഇത്ര മതി അത് കിടക്കട്ടെ. അത്രയും ബാക്കി പോട്ടു. ഓക്കെ ഇപ്പൊ സെറ്റ്. ഇനി ഇത് ഈ ഒരു ടാങ്ക് കാണുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു 2-3 ദിവസമോ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ടാങ്ക് കൂടെ ഫുള്ള് കളറായിട്ട് നല്ല രസമായിട്ട് വരും. എന്തായാലും അന്നേരം നമുക്ക് മീനെ വാങ്ങിച്ചിടണം. അതെ എത്രേ ഉള്ളൂ. നമ്മളെന്തായാലും ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ജസ്റ്റ് ഇതിനകത്ത് വെള്ളം നിറച്ച് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന രീതിയിൽ ഞങ്ങൾ കാണിച്ചാണ്. എന്തായാലും നമുക്കിനിയും ഇനി മീനെ വാങ്ങിച്ചിടുന്നതായിരിക്കും നമ്മുടെ അടുത്തൊരു വീഡിയോ. എന്തായാലും നമ്മുടെ ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ നമ്മുടെ ഇവിടെ കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മള് മീൻ വാങ്ങിക്കുന്നതായിരിക്കും നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത്. നമ്മൾ അത് വാങ്ങിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ എന്ത് മീനാണ് ഇവിടെ ഇടുന്നതെന്ന് നമ്മൾ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ കൂടുതൽ സ്കോപ്പ് ഉള്ളത് നമ്മുടെ പ്ലാറ്റി അല്ലെങ്കിൽ ഗപ്പിക്കായിരിക്കും കൂടുതൽ. കാരണം ഇതിനകത്ത് പ്ലാറ്റി കിടപ്പുണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഗപ്പി ആയിരിക്കും മിക്കവാറും ഇടുന്നത്. 2 ദിവസം കഴിഞ്ഞ് വാങ്ങിക്കത്തുള്ളൂ. കാരണം ഇതൊന്നും ഈ ഒരു വെള്ളം ഒന്ന് സെറ്റായി ഈ ഒരു പ്ലാന്റ് ഒക്കെ സെറ്റ് ആവട്ടെ 2 ദിവസം, എന്നിട്ട് നമുക്ക് മീനെ വാങ്ങിച്ചിട്ട്. എന്തായാലും നമ്മൾ ഗപ്പിയെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി വാങ്ങണം. വെറൈറ്റി ഗപ്പി വാങ്ങിക്കണം. മിക്സ്ഡ് വേണ്ട, വെറൈറ്റി ഉണ്ട്. പിന്നെ വെറൈറ്റി ഉണ്ട്. അതാ വെറൈറ്റിയിലാണ് കാര്യം ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. എന്തായാലും ഇതിന്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും അയക്കുക, പിന്നെ മെയിൻ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും നമുക്ക് വീഡിയോ ചെയ്യാൻ പവർ കിട്ടത്തുള്ളൂ. അത് തന്നെ. അപ്പൊ എല്ലാവർക്കും അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോയിൽ ഇത്ര ബൈ.